പ്രമുഖ നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ എടുത്ത കേസിൽ അന്വേഷണം ആരംഭിച്ചു പോലീസ്. സനൽകുമാർ ശശിധരൻ വിദേശത്തുനിന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. നടിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അതെ, അപ്പോൾ വിദേശത്താണെങ്കിൽ നമ്മൾ അവർക്ക് നിയമവഴികളിലൂടെ അവരെ നമ്മൾ ബന്ധപ്പെടുകയും മറ്റ് ആവശ്യമുള്ള നടപടികൾ എടുക്കുകയും ചെയ്യാം. ഡിഫമേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അതുപോലെ തന്നെ വിക്ടിമുക്ക് കൂടെ ഫേസ്ബുക്കിനെ അവർ അപേക്ഷിക്കാം. ഇങ്ങനെ ഇത് ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു കമൻറ്റാണ്, പോസ്റ്റാണ് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അതിൻ്റെ മേലിൽ കൂടെ ആക്ഷൻ എടുക്കും. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. വിഷ്ണു, ഈ സനൽകുമാർ ശശിധരൻ പുറത്ത് വിദേശത്തേക്ക് പോയത് നേരത്തെ പോയതാണോ അതോ കേസെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോയതാണോ വിഷ്ണു? ഹാഷ്മി, നേരത്തെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആണ് കേസ് എടുക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വകുപ്പടക്കം ചുമത്തിയാണ് കേസ്. 2022 ഇതേ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ എളമക്കര പോലീസ് കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ BNS പ്രകാരമാണ് കേസ്, ജാമ്യമില്ലാ വകുപ്പാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അമേരിക്കയിലുള്ള സനൽകുമാർ ശശിധരനെ നിയമം വഴി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുണ്ട്. നിരന്തരം ഇത്തരത്തിൽ തന്നെ പിന്തുടർന്ന് തന്റെ പേരുപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജപ്രചരണം നടത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നടി പരാതി നൽകിയത്. എന്നാൽ സനൽകുമാർ ശശിധരൻ വിശദീകരിക്കുന്നത് നടിയുടെ ജീവന് ഭീഷണിയുണ്ട്, അത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് താൻ ചെയ്തത്. ഈ പരാതിയും കേസുമെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ഓക്കെ, സ്ത്രീത്വത്തെ അപമാനിച്ചടക്കം കേസെടുത്തിട്ടുണ്ട് സനൽകുമാർ ശശിധരൻ. ഇപ്പോൾ തന്നെ എന്താണ് ഈ നടിക്കെതിരെയൊക്കെയുള്ള പോസ്റ്റുകൾ നിരവധി 15 മിനിറ്റ് മുമ്പും സനൽകുമാർ ശശിധരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് തനിക്കെതിരായ പരാതി കള്ളപ്പരാതിയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രണയം കൊണ്ട് ശല്യം ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് പേരിൽ എനിക്കെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത കള്ളക്കേസിൽ വളരെ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെയാണ് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ 15 മിനിറ്റ് മുമ്പ് സനൽകുമാർ ശശിധരൻ വിദേശത്ത് നിന്ന് ഇടുന്നുണ്ട്.